വിവാഹമോചനത്തിന്റെയും ദാമ്പത്യ തകർച്ചയുടെയും കണക്കിൽ കേരളം ഇന്ത്യയുടെ തലസ്ഥാനമായി മാറുകയാണോ? നിരന്തരം വഴക്കും പ്രശ്നങ്ങളുമായി നിരാശാജനകമായ ദാമ്പത്യ ജീവിതം നയിക്കുന്ന ഒട്ടേറെ പേരെക്കുറിച്ച് കേൾക്കാറുണ്ട്. കേരളത്തിലെ കുടുംബ കോടതികളിൽ ഓരോ ദിവസവും വിവാഹമോചന കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്ന കാഴ്ച. ഇതോടൊപ്പം പങ്കാളിയെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്യുന്നവർ. നമ്മുടെ ചുറ്റുപാടും നോക്കിയാൽ ഇപ്പോഴിതുപോലുള്ള ദാരുണമായ സംഭവങ്ങൾ അനവധിയാണ്. മദ്യവും ലഹരിയും മാത്രമല്ല, ദാമ്പത്യ അവിശ്വസ്തതയും സംശയരോഗവുമൊക്കെ കുടുംബങ്ങളെ കലാപകലുഷിതമാക്കുന്നുണ്ട്. കൊല്ലം ഏരൂരിൽ ഭാര്യയെ കൊലപ്പെടുത്തി ഭർത്താവ് ജീവനൊടുക്കിയതും കുടുംബ പ്രശ്നത്തെ തുടർന്നാണ്. എന്താണ് ആ വീട്ടിൽ സംഭവിച്ചത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണക്കവും ഇണക്കവും സ്വാഭാവികമാണ്. ഇതുപോലെ ചെറിയ ദുഃഖവും സന്തോഷവുമൊക്കെ കൂടിച്ചേരുന്നതാണല്ലേ ജീവിതത്തിൻ്റെ സൗന്ദര്യം. എന്നാൽ മദ്യപാനവും ലഹരിയും കുടുംബങ്ങളെ ചോരക്കളമാക്കുന്നുണ്ട്. കൊല്ലം ഏരൂരിലുണ്ടായ ദാരുണമായ സംഭവം ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ്. കുടുംബ പ്രശ്നത്തെ തുടർന്ന് ഭാര്യയെ കൊലപ്പെടുത്തി ഭർത്താവ് ജീവനൊടുക്കിയതിൻ്റെ ഞെട്ടൽ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. ഏരൂർ സ്വദേശി റെജിയാണ് ഭാര്യ പ്രശോഭയെ വെട്ടിക്കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്തത്. പതിവായി മദ്യപിച്ചിരുന്ന റെജി ഭാര്യയുമായി നിരന്തരം വഴക്കുണ്ടാക്കുമായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. നാടിനെയാകെ നടുക്കിയ സംഭവം പുറത്തെറിഞ്ഞത് ഉച്ചയ്ക്ക് 1 മണിയോടെ. ഏരൂർ ചാഴിക്കുളം നിരപ്പിൽ സ്വദേശി 56-കാരനായ റെജി, ഭാര്യ 48 വയസ്സുള്ള പ്രശോഭ എന്നിവരാണ് മരിച്ചത്. ഇവരുടെ മകൾ അമ്മയുമായി ഫോണിൽ ബന്ധപ്പെടാൻ നിരന്തരം ശ്രമിച്ചെങ്കിലും ഫോൺ എടുത്തിരുന്നില്ല. തുടർന്ന് മകൾ വീട്ടിലെത്തി ജനാലയിലൂടെ നോക്കിയപ്പോൾ റെജി മുറിക്കുള്ളിൽ തൂങ്ങി നിൽക്കുന്നതാണ് കണ്ടത്. ഇവരുടെ നിലവിളി കേട്ട് സമീപവാസികളെത്തി വാതിൽ ചവിട്ടി തുറന്നു. അടുക്കളയിലെ തറയിൽ വെട്ടേറ്റ് മരിച്ച നിലയിലായിരുന്നു പ്രശോഭ. ചുമരിനോട് ചേർന്ന തലയിൽ നിന്ന് രക്തം വാർന്ന നിലയിലാണ് മൃതദേഹം കണ്ടത്. ചുറ്റും രക്തം തളം കെട്ടിയ നിലയിലായിരുന്നു. കുടുംബ പ്രശ്നങ്ങൾ മൂലം ഭാര്യയെ കൊലപ്പെടുത്തി റെജി ആത്മഹത്യ ചെയ്തതാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പതിവായി മദ്യപിച്ചിരുന്ന റെജി ഭാര്യയുമായി നിരന്തരം വഴക്കുണ്ടാക്കുമായിരുന്നു. ശനിയാഴ്ച രാത്രിയിലും വീട്ടിൽ വഴക്കുണ്ടായിരുന്നതായി സമീപവാസികൾ പറയുന്നു. കഴിഞ്ഞ ദിവസം രാത്രി ചെറിയ ബഹളങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. മകള് ഫോണിൽ വിളിച്ചിട്ടെടുക്കാതെ മകള് വന്നിവിടെ നോക്കിയപ്പോൾ ആള് തട്ടിയിട്ട് തുറക്കാതൊക്കെ വന്നപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടുകാരെ വിളിച്ചു. അങ്ങനെ അവർ വന്ന് ജനൽക്കിടെ നോക്കിയപ്പോൾ തൂങ്ങി നിൽക്കുന്നതായിട്ട് വിളിച്ചു പറഞ്ഞാണ് വരുന്നത്. കതവ് ചവിട്ടി പൊളിച്ചകത്ത് കയറിയപ്പോൾ കണ്ടത് ഇങ്ങനെയാണ്, ഭാര്യ മരിച്ചിടക്കുന്നു, പുറത്ത് അദ്ദേഹം തൂങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടത്. ഈ ഗൃഹനാഥൻ തൂങ്ങി മരിച്ച നിലയിൽ ഭാര്യ അടുക്കളയിൽ കിടക്കുന്ന രീതിയിലുമാണ് നമ്മൾ കൂടി കണ്ടത്. പിന്നെ ഒരു പോലീസ് സ്റ്റേഷനിൽ അറിയിപ്പ് കൊടുക്കുകയും അവിടെ നിന്ന് ഉദ്യോഗസ്ഥരെത്തി അതിൻ്റെ മേൽ നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ ഫോറൻസിക്കിൻ്റെയും അതിൻ്റേതായ തെളിവൊക്കെ എടുക്കേണ്ടതുള്ളതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു വിവരം പറയാമെന്നാണ് പോലീസുകാർ പറഞ്ഞിട്ടുള്ളത്. ഏരൂർ പോലീസും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയതായി പോലീസ് അറിയിച്ചു. ന്യൂസ് 18 പുനലൂർ. ഈ നാട്ടിൽ സ്ത്രീകൾ പൊതുസ്ഥലത്തും തൊഴിലിടത്തും സുരക്ഷിതരല്ലാത്ത അവസ്ഥ. പട്ടാപ്പകൽ പോലും പെൺകുട്ടികളും യുവതികളും ലൈംഗികമായി ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്നു. കൊല്ലം പത്തനാപുരത്ത് വനിതാ ഡോക്ടറെ ക്ലിനിക്കിൽ വെച്ചാണ് യുവാവ് പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. വനിതാ ദന്ത ഡോക്ടർ ക്ലിനിക്കിൽ ഒറ്റയ്ക്കായിരുന്നപ്പോഴാണ് അതിക്രമമുണ്ടായത്. യുവതിയുടെ വായിൽ തുണി തിരികിയ ശേഷം അക്രമി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ബഹളം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് പ്രതിയെ പിടികൂടിയത്. സംഭവത്തിൽ പത്തനാപുരം കാരമൂട് സ്വദേശി സൽദാനെ പോലീസ് അറസ്റ്റ് ചെയ്തു.
ശനിയാഴ്ച വൈകിട്ട് 6:45 സംഭവം നടന്നത്. ക്ലിനിക്കിൽ വനിതാ ദന്ത ഡോക്ടർ ഒറ്റയ്ക്കായിരുന്നപ്പോഴായിരുന്നു ആക്രമണം. ക്ലിനിക്കിലെ ജീവനക്കാരെല്ലാം പോയെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് സൽദാൻ ഇവിടെ എത്തിയത്. തുടർന്ന് ഇയാൾ ഡോക്ടറെ കടന്നു പിടിക്കുകയായിരുന്നു. ശബ്ദമുണ്ടാക്കാൻ ശ്രമിച്ച യുവതിയുടെ വായിൽ തുണി തിരുകി പീഡിപ്പിക്കാൻ ശ്രമിച്ചതായും പോലീസ് പറഞ്ഞു. കുതിരയോടി രക്ഷപ്പെട്ട ഡോക്ടർ നാട്ടുകാരെ വിളിച്ചു കൂട്ടുകയായിരുന്നു. രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ നാട്ടുകാർ ചേർന്നാണ് പിടികൂടി പോലീസിന് കൈമാറിയത്. പത്തനാപുരം കുണ്ടയം കാരമ്മൂട് സ്വദേശിയാണ് 25-കാരനായ സൽദാൻ. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കേസിൽ വിശദമായ അന്വേഷണം നടത്തി വരികയാണെന്ന് പോലീസ് അറിയിച്ചു. ഇയാൾ സമാനമായ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ജനത്തിരക്കേറിയ നഗരമധ്യത്തിലുണ്ടായ സംഭവം നാട്ടുകാരെ ഞെട്ടിച്ചിരിക്കുകയാണ്. ന്യൂസ് 18 പുനലൂർ. നമ്മളൊരു അപകടത്തിൽപ്പെട്ടാൽ ആ സമയം രക്ഷകന്റെ റോളിൽ പലരും എത്താറുണ്ട്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കാനും മറ്റ് സഹായങ്ങൾ നൽകാനും തയ്യാറായി മുന്നോട്ട് വരുന്നവർ. എന്നാൽ ഇതിൽ ദുരുദ്ദേശത്തോടെ എത്തുന്നവരെ സൂക്ഷിക്കണം. പാലക്കാട് ആലത്തൂരിൽ 2 വർഷം മുൻപുണ്ടായ ഒരു വാഹനാപകടത്തിൽ സഹായഹസ്തവുമായി വന്നയാൾ പിന്നീട് ആ കുടുംബത്തെ തന്നെ വേട്ടയാടി. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന അച്ഛൻ്റെ രക്ഷകനായി ചമഞ്ഞ് മകളെ അയാൾ ലൈംഗികമായി പീഡിപ്പിച്ചു. യുവതിയെ വിവിധ ലോഡ്ജുകളിലും ഇയാളുടെ വീട്ടിലും കൊണ്ടുപോയി പീഡിപ്പിക്കുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു. ഒടുവിൽ ഭീഷണിയായതോടെയാണ് യുവതി പരാതി നൽകിയത്. കേസിൽ പ്രതി എരുമയൂർ സ്വദേശി ബാബുജനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. യുവതിയെ പീഡിപ്പിക്കുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തെന്ന പരാതിയിലാണ് എരുമയൂർ ചേരാനാട് സ്വദേശി 49-കാരനായ ബാബുജാനെ ആലത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. 2 വർഷമായി യുവതിയെ വിവിധ ലോഡ്ജുകളിലും ഇയാളുടെ വീട്ടിലും കൊണ്ടുപോയി പീഡിപ്പിക്കുകയും ദൃശ്യങ്ങൾ പകർത്തുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. യുവതിയുടെ അച്ഛൻ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ഇദ്ദേഹം ജോലി ചെയ്തിരുന്ന സ്വകാര്യ കമ്പനിയുടെ മറ്റൊരു ശാഖയിലെ ജീവനക്കാരനാണ് ബാബുജാൻ. യുവതിയുടെ അച്ഛന്റെ ചികിത്സാ കാര്യങ്ങൾക്കായി ഇയാളെയാണ് കമ്പനി ചുമതലപ്പെടുത്തിയിരുന്നത്. ഈ അവസരം ഉപയോഗിച്ചാണ് ഇയാൾ യുവതിയുമായി അടുപ്പത്തിലായത്. ചികിത്സയ്ക്കായി കമ്പനി നൽകിയ പണം തന്റെ പണമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് യുവതിയെ വശത്താക്കിയതെന്ന് പോലീസ് പറഞ്ഞു. ചികിത്സ കഴിഞ്ഞ് അച്ഛൻ വീട്ടിലെത്തിയ ശേഷവും പീഡനം തുടരാൻ ശ്രമിച്ചപ്പോൾ യുവതി എതിർത്തു. അപ്പോഴാണ് ചിത്രങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തിയത്. ഇതേ തുടർന്ന് യുവതി ജീവനൊടുക്കാൻ ഒരുങ്ങിയതായും പറയുന്നു. തുടർന്ന് ഇവർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ബലാത്സംഗം, പട്ടികജാതിക്കാർക്കെതിരായ പീഡനം, IT വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളതെന്ന് ആലത്തൂർ ഡിവൈഎസ്പി PN മുരളീധരൻ അറിയിച്ചു. ആലത്തൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പാലക്കാട്. തുണിക്കടകളിൽ നിന്ന് വാങ്ങുന്ന വസ്ത്രങ്ങൾ അവിടെ വെച്ച് തന്നെ പലരും ഇട്ട് നോക്കാറുണ്ടല്ലേ? ഇതിനായി മിക്ക കടകളിലും ട്രയൽ റൂമുകളും സജ്ജമാണ്. ഇത്തരം മുറികളിൽ കയറുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കേട്ടോ. കൊല്ലം കടക്കലിലെ ടെക്സ്റ്റൈൽസിൽ വിവാഹ വസ്ത്രം എടുക്കാനെത്തിയ 24-കാരിയുടെ ഫോട്ടോ പകർത്തി മോർഫ് ചെയ്ത് പണം തട്ടാൻ ശ്രമിച്ച സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. 2024 ജൂലൈ 13-നാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. യുവതിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തതോടെ ജീവനക്കാരൻ ഒളിവിൽ പോയിരുന്നു. കേസിൽ 1 വർഷത്തിന് ശേഷം മുൻ ജീവനക്കാരനായ മൈനാഗപ്പള്ളി സ്വദേശി അജാസിനെ കടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു. തുണിക്കടയിലെത്തുന്ന സ്ത്രീകളുടെ രഹസ്യ ചിത്രങ്ങൾ ക്യാമറയിലൂടെയും മൊബൈൽ ഫോൺ ഉപയോഗിച്ചും പകർത്തി അവ മോർഫ് ചെയ്ത് അശ്ലീല രൂപത്തിലാക്കിയ ശേഷം ഭീഷണിപ്പെടുത്തി പണം തട്ടുകയായിരുന്നു അജാസിന്റെ രീതി. ഇതിനായി ഇയാൾ കടയിലെത്തുന്ന ഉപഭോക്താക്കളുമായി സൗഹൃദത്തിലാകുന്നതും പതിവായിരുന്നു. ഒടുവിൽ അജാസ് പിടിയിലായ സംഭവത്തെപ്പറ്റി പോലീസ് പറയുന്നത് ഇങ്ങനെ: 2024 ജൂലൈ 13-നാണ് 20-കാരി വിവാഹ നിശ്ചയത്തിനായി വസ്ത്രമെടുക്കാൻ കടയിലെത്തിയത്. പുതിയ വസ്ത്രം ധരിച്ചതിന് ശേഷം ഇയാളോട് ഫോട്ടോ എടുത്തു കാണിക്കാൻ പെൺകുട്ടി ആവശ്യപ്പെട്ടു. അജാസ് തന്റെ ഫോണിൽ പെൺകുട്ടിയുടെ ഫോട്ടോ എടുത്തു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ ചിത്രം മോർഫ് ചെയ്ത് ഇയാൾ പെൺകുട്ടിയുടെ അമ്മയ്ക്ക് അയച്ചു നൽകി.
1,00,000 രൂപ നൽകിയില്ലെങ്കിൽ സമൂഹമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. തുടർന്ന് പെൺകുട്ടി കടയ്ക്കൽ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പെൺകുട്ടി പരാതി നൽകിയ വിവരമറിഞ്ഞ് അജാസ് ഒളിവിൽ പോയി. ഏറെക്കാലം ഫോൺ ഉപയോഗിക്കാതിരുന്ന ഇയാൾ കഴിഞ്ഞ ദിവസം ഫോണിൽ പുതിയ സിം കാർഡ് ഇട്ടതോടെ സൈബർ സെല്ലിന് വിവരം ലഭിച്ചു. കടയ്ക്കൽ പോലീസ് വിവരങ്ങൾ ശേഖരിക്കുകയും തമിഴ്നാട്ടിലെത്തി രാമനാഥപുരത്തെ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നും പ്രതിയെ പിടികൂടുകയുമായിരുന്നു. അജാസ് ഈ സ്ഥാപനത്തിൽ സൂപ്പർവൈസറായി ജോലി ചെയ്യുകയായിരുന്നു. കടയ്ക്കൽ സ്റ്റേഷനിലെത്തിച്ച പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. രാജ്യം കണ്ട കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിൽ ഞെട്ടിപ്പിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. അതീവ സുരക്ഷയുള്ള സെല്ലിൽ നിന്ന് ഗോവിന്ദച്ചാമി പുറത്തു കടക്കുന്നത് നിഷ്പ്രയാസമാണെന്ന് ദൃശ്യങ്ങൾ കാട്ടിത്തരുന്നു. താഴ്ഭാഗത്തെ കമ്പി മുറിച്ച് സെല്ലിൽ നിന്ന് ഇഴഞ്ഞിറങ്ങുന്ന ദൃശ്യങ്ങളിൽ 3 തവണ തിരിച്ചു വന്ന് സാധനങ്ങൾ എടുക്കുന്നതും കാണാം. ജയിൽ വളപ്പിലെ സർക്കുലർ റോഡിലൂടെ ഗോവിന്ദച്ചാമി സഞ്ചരിക്കുന്ന ദൃശ്യവും ന്യൂസ് 18 ലഭിച്ചു. ജയിലിൽ ഗുരുതര സുരക്ഷാ വീഴ്ച ഉണ്ടായതിൻ്റെ ശക്തമായ തെളിവ് കൂടിയാണ് ഈ ദൃശ്യങ്ങൾ. ജയിൽ ചാട്ടത്തിന് ബാഹ്യശക്തിയുടെ പിന്തുണ ലഭിച്ചുവെന്ന ആരോപണം ശക്തമാകുമ്പോഴാണ് നിർണായക ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. സമയം പുലർച്ചെ 1:14. സ്ഥലം കണ്ണൂർ സെൻട്രൽ ജയിലിലെ 10ാം നമ്പർ ബ്ലോക്ക്. സെല്ലിന്റെ അഴികൾ മുറിച്ചു മാറ്റി ഇടനാഴിയിലേക്ക് ഇഴഞ്ഞിറങ്ങുന്ന ഗോവിന്ദച്ചാമി. കഴിഞ്ഞ വെള്ളിയാഴ്ച മണിക്കൂറുകളോളം കേരള പോലീസിനെ മുൾമുനയിൽ നിർത്തിയ ജയിൽ വകുപ്പിനാകെ നാണക്കേടുണ്ടാക്കിയ ജയിൽ ചാട്ടത്തിന്റെ ദൃശ്യങ്ങളാണിത്. മൂന്ന് തവണ തിരിച്ചു വന്ന് സാധനങ്ങൾ എടുക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ജയിൽ വളപ്പിൽ നിന്ന് ഗോവിന്ദച്ചാമി പുറത്തു ചാടുന്നതിന് മുമ്പുള്ള ദൃശ്യങ്ങളും പുറത്തു വന്നു. സെല്ലിന്റെ താഴ്ഭാഗത്തെ കമ്പികൾ മുറിച്ചുമാറ്റിയാണ് ഗോവിന്ദച്ചാമി പുറത്തേക്ക് കടക്കുന്നത്. പിന്നീട് 10ാം ബ്ലോക്കിന്റെ മതിൽ ചാടിക്കടന്നു. തുടർന്ന് വലിയ മതിലായ പുറം മതിൽ ചാടിക്കടന്നു. മതിൽ ചാടിക്കടക്കുമ്പോഴേക്കും സമയം 4 മണി കഴിഞ്ഞിരുന്നു. ജയിലുദ്യോഗസ്ഥർക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്ന ആരോപണത്തെ സാധൂകരിക്കുന്നതാണ് പുറത്തു വന്നിരിക്കുന്ന ഈ ദൃശ്യങ്ങൾ. ഇയാളുടെ കയ്യിൽ ഒരു തുണിക്കെട്ടും കാണാം. സെല്ലിൽ നിന്ന് മുറിച്ചു മാറ്റിയ കമ്പികൾക്കിടയിലൂടെ ഇറങ്ങിയ ഗോവിന്ദച്ചാമി കമ്പികൾ പഴയപടി ചേർത്ത് വെക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്ന 10ാം ബ്ലോക്കിൽ ഈ സമയങ്ങളിലൊന്നും തന്നെ ഒരു സുരക്ഷാ ജീവനക്കാരനെ പോലും കാണാനില്ല. നിരന്തരം പരിശോധന നടക്കുന്നിടമായിരുന്നെങ്കിൽ ഇത്രയും സമയം ഇയാൾക്ക് ഇവിടെ ചെലവഴിക്കാൻ കഴിയുമായിരുന്നില്ല. 1.5 മാസത്തെ ആസൂത്രണമാണ് ജയിൽ ചാട്ടത്തിന് പിന്നിലെന്നാണ് ഇയാളുടെ മൊഴി. എന്നാൽ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ടെന്ന് വ്യക്തം. ശരീരഭാരം കുറയ്ക്കലും വ്യായാമം ചെയ്യലും താടി വളർത്തലുമെല്ലാം ഇതിന്റെ ഭാഗമായുള്ളതായിരുന്നു. ദിവസങ്ങൾ കൊണ്ട് അറുത്ത കമ്പികൾ നൂല് കെട്ടി മറിച്ചതിന് ഗോവിന്ദച്ചാമി ജയിൽ ഉദ്യോഗസ്ഥർക്ക് നൽകിയ വിശദീകരണം പൂച്ച കയറാതിരിക്കാൻ അഴിയുടെ താഴ്ഭാഗം മറച്ചു എന്നാണ്. ഇത് വിശ്വസിക്കാൻ മാത്രം ബുദ്ധിശൂന്യനാണോ ജയിൽ ഉദ്യോഗസ്ഥർ എന്നതാണ് ഉയരുന്ന ചോദ്യം. രാത്രി 3 തവണ നടക്കേണ്ട പെട്രോളിംഗ് ജയിലിൽ ഉണ്ടായില്ല. CCTV നിരീക്ഷിക്കേണ്ട ഉദ്യോഗസ്ഥന്റെ അഭാവവും ഉണ്ടായി. ഗോവിന്ദച്ചാമി തുണികൾ ശേഖരിച്ചത് തിരിച്ചറിയാനായില്ല. ഇങ്ങനെ പിഴവുകൾ പലതാണ് സംഭവിച്ചത്. മുഖ്യമന്ത്രി നിയോഗിച്ച കമ്മീഷനും പോലീസും വകുപ്പ് തലത്തിൽ ഉദ്യോഗസ്ഥരും വ്യത്യസ്ത അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. അന്വേഷണങ്ങൾ മറുപടി പറയേണ്ടത് ഒട്ടനവധി സംശയങ്ങൾക്കാണ്.
ജയിൽ ചാട്ടം സംബന്ധിച്ച് സഹതടവുകാരനായ 4 പേർക്ക് അറിയാമായിരുന്നുവെന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. എന്നാൽ പുറത്തു വന്ന ദൃശ്യങ്ങളിലൊന്നും സഹായികളായി ആരെയും കാണാനില്ല. തളാപ്പിൽ ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടത്തിന് സമീപത്തെ കിണറ്റിൽ നിന്ന് രാവിലെ 10:45 ഗോവിന്ദച്ചാമി പിടിയിലാകുന്നത്. ആദ്യം ഒളിച്ചിരുന്ന കെട്ടിടം പോലീസ് വളഞ്ഞതോടെയാണ് ഇവിടെ നിന്ന് പുറത്തു ചാടി അടുത്തുള്ള കിണറ്റിൽ ഒളിച്ചിരുന്നത്. ന്യൂസ് 18 കണ്ണൂർ. നമ്മുടെ നാട്ടിലെ ജയിലുകളിൽ കൊടും കുറ്റവാളികൾക്ക് പോലും എല്ലാ സൗകര്യവും സജ്ജമാണ്. ജയിലിനുള്ളിൽ ജോലി ചെയ്യാനും സഹതടവുകാരുമായി സംസാരിക്കാനും ഒക്കെ അവസരമുണ്ട്. എന്നാൽ കൊടും കുറ്റവാളികളെ അതീവ സുരക്ഷാ ജയിലുകളിലേക്ക് മാറ്റണമെന്നാണ് ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരുടെ നിലപാട്. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം അധികൃതരുടെ വീഴ്ചയാണ്. കൊടും കുറ്റവാളികളെ ജയിലുകളിലെ അടുക്കള ജോലിയിൽ നിന്ന് ഒഴിവാക്കണമെന്നും ജയിലിൽ നിന്ന് തന്നെ ആയുധങ്ങൾ കിട്ടുന്ന അവസ്ഥ ഉണ്ടാകരുതെന്നും അദ്ദേഹം പറഞ്ഞു. ജയിലുകൾ സന്ദർശിച്ച് ഉടൻ റിപ്പോർട്ട് നൽകുമെന്നും ഉന്നതതല അന്വേഷണ സംഘാംഗമായ ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ വ്യക്തമാക്കി. ഏറെ വിവാദമായ ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിന് ശേഷം സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങളുണ്ടായി, ഇനി എന്ത് അക്കാര്യങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ തടയുന്നതിന് വേണ്ടിയടക്കം നടപടികൾ സ്വീകരിക്കുക, എന്താണ് ജയിലുകളിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, ഈ ഒരു സാഹചര്യങ്ങൾ ഇതൊക്കെ പഠിക്കാനും പരിശോധിക്കാനുമായി 2-അംഗ കമ്മീഷനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരും അതോടൊപ്പം തന്നെ മുൻ DGP ആയിരുന്ന ജേക്കബ് പുന്നൂസിനെയും ചുമതലപ്പെടുത്തിയിരിക്കുന്നു. നമുക്കൊപ്പം ശ്രീ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ ചേരുന്നു. സാറ്, ഇതിൻ്റെ ഒരു നടപടിക്രമങ്ങൾ, അത്തരം കാര്യങ്ങളൊന്ന് വിശദീകരിക്കാമോ? ഇനി എന്താണ് ഉടൻ ചെയ്യാൻ പോകുന്നത്? അല്ല, മുഖ്യമായിട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് ടേംസ് ഓഫ് റെഫറൻസാണ്. എന്തെല്ലാമാണ് പരിഗണനാ വിഷയങ്ങൾ, അത് കിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് ജോലി തുടങ്ങാനായിട്ട്. ഞാൻ പറയാമല്ലോ, കേരളത്തിലെ ജയിൽ പോലീസ് സംവിധാനമൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വളരെ മെച്ചപ്പെട്ടതാണ്. പക്ഷേ വളരെ അപൂർവമായിട്ട് മാത്രം ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാകുന്നു. ഇത് തടയാൻ, ഇതിനി ആവർത്തിക്കാണ്ടിരിക്കാനാണ് ഗവൺമെൻറ് ഈ കമ്മീഷൻ നിയമിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള നിർദ്ദേശങ്ങളെല്ലാം കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം. അപ്പം ഗവൺമെൻറ്റിൻ്റെ ഫോക്കസ് ജയിലിലെ സുരക്ഷയാണ്. ഒരു കാരണവശാലും ജയിലിൽ നിന്ന് പ്രതികൾ രക്ഷപ്പെടരുത്. നിയമ സംവിധാനത്തിന് അനുകൂലമായ ആശ്രിതമായിട്ട് അവിടുന്ന് പെരുമാറണം. കൊടും കുറ്റവാളികളെ ഇങ്ങനെയുള്ള ജയിൽ ചാടാനും മറ്റും ശ്രമിക്കുന്നവരെ ഇടാനായിട്ട് അങ്ങനത്തെ ഒരു ജയിൽ ഉപയോഗിക്കും. അപ്പോൾ അതല്ലേ ഗവൺമെൻറ് ഈ പ്രതിയെ തന്നെ, ഈ കുറ്റം ചെയ്ത ആളെ തന്നെ കൊണ്ടുവന്ന് ഇപ്പോൾ അതീവ സുരക്ഷാ ജയിലിൽ വിയ്യൂരിലാക്കിയെന്ന് പത്രത്തിൽ റിപ്പോർട്ട് കണ്ടു. തടവുകാരാണ് ജയിലിലെ ജോലികൾ ചെയ്യുന്നത്, മുഖ്യമായിട്ടും അടുക്കള. അതുകൂടാതെ ഇപ്പോൾ അവർ ചപ്പാത്തി ഉണ്ടാക്കി കറി ഉണ്ടാക്കി വിൽക്കുന്നു. അങ്ങനെ വ്യവസായമായിട്ട് തന്നെ നടത്തുന്നുണ്ട് ജയിലുകളിൽ, സെൻട്രൽ ജയിലുകളിലൊക്കെ. അപ്പം അവർക്ക് ഇങ്ങനെ കിട്ടുന്ന ടൂൾസ്, ഈ അടുക്കള ഉപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അതെല്ലാം ആയുധങ്ങളാണ്. കത്തി, വാക്കത്തി, അതുപോലെ കൊടാലി, ഇങ്ങനെയുള്ള വലിയ ശക്തിയായിട്ട് ഉപയോഗിക്കാവുന്ന ഉപകരണങ്ങളാണ്. അതിൻ്റെ എല്ലാം ദുരുപയോഗം തീർച്ചയായിട്ടും അപകടം വരുത്തി വയ്ക്കും, അല്ലെങ്കിൽ ജയിലിൻ്റെ സുരക്ഷയെ ബാധിക്കും. അതിൻ്റെ കമ്പിയൊക്കെ മുറിക്കണമെങ്കിൽ ഒരു ദിവസം കൊണ്ടൊന്നും മുറിച്ചു തീർക്കാൻ പറ്റിയില്ല. അതെല്ലാം ശ്രദ്ധയിൽപ്പെടാഞ്ഞിട്ടാണ് കാലക്രമേണ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നത്. ജയിലധികൃതരുടെ അടുത്തു നിന്ന് വീഴ്ച ഉണ്ടാകാൻ തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. കാര്യം വെച്ചാൽ അല്ലെങ്കിൽ ഒരിക്കലും ഒരു ജയിലിൻ്റെ അഴി അറുത്ത് ഒരു പ്രതി പുറത്തു പോകാൻ സാധിക്കരുത്. ഏതായാലും ഇത്തരം ഈ ജയിൽ ചാട്ടത്തെ തുടർന്ന് ഇപ്പോൾ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നു. അത് ടേംസ് ഓഫ് റെഫറൻസിലെ എന്തെല്ലാം കാര്യങ്ങൾ വ്യക്തമാക്കും, അതനുസരിച്ചായിരിക്കും മുന്നോട്ട് പോകുക. എങ്കിൽ കൂടിയും ജയിൽ സുരക്ഷ വർദ്ധിപ്പിക്കേണ്ടത് സംബന്ധിയായ കാര്യങ്ങളിൽ തീർച്ചയായും ഇനിയും അത്തരം മാർഗനിർദ്ദേശങ്ങൾ കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നൊരു സൂചന തന്നെയാണ് അദ്ദേഹം നൽകുന്നത്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. കൊലപാതക പരമ്പര നടന്ന കർണാടകയിലെ ധർമ്മസ്ഥലയിൽ നിർണായക നീക്കങ്ങളിലേക്ക് കടക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. മുൻ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി രേഖപ്പെടുത്തൽ പൂർത്തിയായതോടെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന് വെളിപ്പെടുത്തിയ പ്രദേശം SIT വിശദമായി പരിശോധിക്കും. ആദ്യഘട്ടത്തിൽ ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചായിരിക്കും പരിശോധന. സുരക്ഷാ ഭീഷണി കണക്കിലെടുത്ത്
മംഗളൂരുവിലായിരുന്നു ശുചീകരണ തൊഴിലാളിയുടെ മൊഴി രേഖപ്പെടുത്തൽ. 15 മണിക്കൂർ നീണ്ട മൊഴിയെടുപ്പ് പൂർത്തിയായതോടെ അന്വേഷണ ഉദ്യോഗസ്ഥർ ധർമ്മസ്ഥലയിലെത്തിയിട്ടുണ്ട്. ധർമ്മസ്ഥലയിലെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലിൽ നിർണായക നീക്കങ്ങളുമായി പ്രത്യേക അന്വേഷണ സംഘം കേസിലെ ഏക സാക്ഷിയായ മുൻ ജീവനക്കാരന്റെ മൊഴി രേഖപ്പെടുത്തൽ പൂർത്തിയായി. നിർണായക വിവരങ്ങളാണ് മുൻ ജീവനക്കാരൻ SITക്ക് മുന്നിൽ വെളിപ്പെടുത്തിയത്. ധർമ്മസ്ഥലയിലെ വനം വകുപ്പിന്റെ സ്ഥലത്ത് മൃതദേഹങ്ങൾ എവിടെയൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട്, ആരാണ് തന്നെ ഇതിനെ നിയോഗിച്ചത്, 1995 മുതൽ 2014 വരെയുള്ള കാലഘട്ടങ്ങളിൽ എത്ര മൃതദേഹങ്ങൾ ഇത്തരത്തിൽ കുഴിച്ചിട്ടു, ഏത് നിലയിലായിരുന്നു മൃതദേഹങ്ങൾ, ഏറ്റവും ഒടുവിൽ 2014 ഭീഷണിയെ തുടർന്ന് പലായനം ചെയ്യേണ്ട സാഹചര്യം തുടങ്ങി നിർണായക വിവരങ്ങളാണ് SITക്ക് നൽകിയത്. സുരക്ഷ കണക്കിലെടുത്ത് മംഗളൂരുവിലെ കദ്രി പാർക്കിന് സമീപമുള്ള ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൽ വെച്ചായിരുന്നു മൊഴി രേഖപ്പെടുത്തൽ. അഭിഭാഷകർക്കൊപ്പം എത്തിയായിരുന്നു മൊഴിയെടുപ്പ്. മൊഴി രേഖപ്പെടുത്തൽ പൂർണ്ണമായും ക്യാമറയിൽ ചിത്രീകരിച്ചിരുന്നു. നേരത്തെ കോടതിയിൽ നൽകിയ രഹസ്യമൊഴിക്കപ്പുറം കൂടുതൽ വിവരങ്ങൾ ഇയാൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. മൃതദേഹങ്ങൾ കുഴിച്ചിട്ട സ്ഥലം ഇപ്പോഴും കൃത്യമായി അറിയാമെന്നും മുൻ ജീവനക്കാരൻ അന്വേഷണ ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കി. സാക്ഷിയുടെ മൊഴിയെടുപ്പ് പൂർത്തിയായതോടെ വിശദമായ പരിശോധനയ്ക്ക് ഒരുങ്ങുകയാണ് പോലീസ്. മണ്ണിനടിയിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ഉണ്ടോ എന്ന് കണ്ടെത്താൻ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് സ്ഥലം പരിശോധിക്കാനാണ് ആലോചന. ഇതിനായി റിട്ടയർഡ് മേജർ ഡോക്ടർ ഇന്ദ്രപാലിന്റെ സേവനം തേടിയേക്കും. മരങ്ങൾ തിങ്ങി നിൽക്കുന്ന പ്രദേശമായതിനാൽ ഭൂമി കിളച്ചുള്ള പരിശോധന പ്രായോഗികമല്ല എന്ന നിഗമനത്തിലാണ് ഉദ്യോഗസ്ഥരുള്ളത്. കൂടാതെ തെളിവുകൾ നശിക്കാനും ഇത് ഇടയാക്കും. അഭിഭാഷകരുടെ സാന്നിധ്യത്തിൽ ശുചീകരണ തൊഴിലാളിയെ സ്ഥലത്തെത്തിച്ചായിരിക്കും പരിശോധന. മാധ്യമങ്ങൾക്കുൾപ്പെടെ പ്രവേശനമുണ്ടാകില്ല. 200 മീറ്റർ ചുറ്റളവിൽ ബാരിക്കേഡ് സ്ഥാപിക്കും. മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയാൽ പ്രദേശം സീൽ ചെയ്ത് പോലീസ് കാവൽ ഏർപ്പെടുത്താനുമാണ് തീരുമാനം. വിദ്യാർത്ഥികളുടെ അടക്കം 100ഓളം പേരെ കൊന്നുകുഴിച്ചുമൂടിയെന്ന ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ സംബന്ധിച്ച് ന്യൂസ് 18 ആദ്യം വാർത്ത പുറത്തു കൊണ്ടുവന്നത്. പിന്നീട് വനിതാ കമ്മീഷൻ വിഷയത്തിൽ ഇടപെടുകയും പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുകയുമായിരുന്നു. ഇതിനിടയിൽ നിരവധി നാടകീയ സംഭവങ്ങളാണ് ധർമ്മസ്ഥലയിൽ അരങ്ങേറിയത്. സംഭവം അന്വേഷിക്കാനായി 20 അംഗ പ്രത്യേക സംഘത്തെയാണ് കർണാടക സർക്കാർ രൂപീകരിച്ചിട്ടുള്ളത്. കർണാടക DGPയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. ന്യൂസ് 18 ധർമ്മസ്ഥല. ആത്മീയ ജീവിതം നയിക്കുന്നവർക്ക് ആത്മനിയന്ത്രണം ആവശ്യമാണ്. എന്നാൽ ഇക്കാലത്ത് മതപുരോഹിതർ ലൈംഗിക പീഡന കേസുകളിൽ പെടുന്ന സംഭവങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. കാസർഗോഡ് പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ഒരു വൈദികൻ ലൈംഗികമായി ചൂഷണം ചെയ്തെന്ന പരാതി അതീവ ഗൗരവമുള്ളതാണ്. ആൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ പോലീസ് പോക്സോ വകുപ്പ് ചുമത്തി കേസെടുത്തതിന് പിന്നാലെ ഫാദർ പോൾ തട്ടുപറമ്പിൽ ഒളിവിൽ പോയിരുന്നു. എന്നാൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ പ്രതി കോടതിയിൽ കീഴടങ്ങി. എറണാകുളം കോതമംഗലം സ്വദേശിയായ വൈദികനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. പീഡന കേസിൽ പ്രതിയായ വൈദികൻ കോടതിയിൽ കീഴടങ്ങി. ചിറ്റാരിക്കാൽ പോലീസ് രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിലെ പ്രതി എറണാകുളം കോതമംഗലം രാമല്ലൂരിലെ തട്ടുപറമ്പിൽ ടി മജോ എന്ന പോൾ തട്ടുപറമ്പിലാണ് കാസർഗോഡ് ജില്ലാ കോടതിയിൽ കീഴടങ്ങിയത്. വൈദികൻ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. വൈദികനെ പിടികൂടുന്നതിന് പോലീസ് ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിരുന്നു.
ഇതേ തുടർന്നാണ് ജില്ലാ കോടതിയിൽ കീഴടങ്ങാൻ വൈദികൻ തീരുമാനിച്ചത്. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പീഡിപ്പിച്ചുവെന്നാണ് വൈദികനെതിരെയുള്ള കേസ്. ജില്ലാ കോടതിയും ഇയാളുടെ ജാമ്യാപേക്ഷ നേരത്തെ തള്ളിയിരുന്നു. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് ചിറ്റാരിക്കാൽ ഇൻസ്പെക്ടർ രഞ്ജിത്ത് രവീന്ദ്രൻ കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ഇത് തിങ്കളാഴ്ച പരിഗണിച്ചേക്കും. ആൺകുട്ടിയെ ഒന്നിൽ കൂടുതൽ തവണ പീഡിപ്പിച്ചതിന് 1 മാസം മുൻപാണ് ചിറ്റാരിക്കാൽ പോലീസ് പോക്സോ പ്രകാരം കേസെടുത്തത്. പ്രതിക്കായി എറണാകുളത്തും ബംഗളൂരുവിലും ഉൾപ്പെടെ പോലീസ് തിരച്ചിൽ നടത്തിയിരുന്നു. ന്യൂസ് 18 കാസർഗോഡ്. ഇടുക്കി ചെമ്മണ്ണാറിൽ ജ്യേഷ്ഠനെയും ഭാര്യയെയും യുവാവ് വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസ് പോലീസ് പെട്രോൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇരു കുടുംബങ്ങളും തമ്മിൽ പ്രശ്നങ്ങളും സംഘർഷവും പതിവായിരുന്നുവെന്നാണ് വിവരം. അതിനിടെ പ്രതിയുടെ വീട്ടിൽ നിന്ന് പോലീസ് ലൈസൻസ് ഇല്ലാത്ത തോക്ക് കണ്ടെത്തി. സേനാപതി വട്ടപ്പാറ സ്വദേശി ബിനോയുടെ വീട്ടിൽ നിന്നാണ് തോക്ക് കണ്ടെത്തിയത്. സ്വത്ത് തർക്കത്തെ തുടർന്ന് സഹോദരൻ സണ്ണിയുടെ വീട്ടിൽ കയറിയാണ് ബിനോയ് അതിക്രൂരമായ ആക്രമണം നടത്തിയത്. കഴിഞ്ഞ ദിവസമാണ് സണ്ണിയെയും ഭാര്യ സിനിയെയും ചെമ്മണ്ണാറിലെ ഇവരുടെ വീട്ടിൽ കയറി ബിനോയ് വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. വീട്ടിലെത്തിയ ബിനോയ് ആദ്യം സിനിയെ ആക്രമിച്ച ശേഷം വീടിനകത്തായിരുന്ന സണ്ണിയെയും ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിന് ശേഷം ഇവിടെ നിന്ന് പോയ ബിനോയിയെ വട്ടപ്പാറയിലെ വീട്ടിൽ നിന്നുമാണ് ഉടുമ്പൻചോല പോലീസ് പിടികൂടിയത്. ഈ സമയത്താണ് തോക്കും കണ്ടെടുത്തത്. തോക്ക് എവിടെ നിന്നാണ് വാങ്ങിയതെന്നും എന്താവശ്യത്തിനാണ് വാങ്ങിയതെന്നും സംബന്ധിച്ച ബിനോയ് വ്യക്തമാക്കിയിട്ടില്ല. ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തുന്നതിനായി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങും. തിങ്കളാഴ്ച കോടതിയിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുമെന്നും ഉടുമ്പൻചോല പോലീസ് അറിയിച്ചു. ആക്രമണത്തിൽ പരിക്കേറ്റ സണ്ണിയും ഭാര്യ സിനിയും ചികിത്സയിൽ തുടരുകയാണ്. ന്യൂസ് 18 ഇടുക്കി. ലഹരി മാഫിയ സംഘങ്ങൾ ഇപ്പോൾ ഇടപാടുകൾക്ക് രംഗത്തിറക്കുന്നത് യുവതികളെയാണ്. അവരെ സംശയിക്കാനുള്ള സാധ്യത കുറവാണ്. പരിശോധനയും അത്ര എളുപ്പമല്ല. എന്നാൽ പോലീസിൻ്റെയും എക്സൈസിൻ്റെയും നോട്ടപ്പുള്ളികളായാൽ യുവതികൾക്ക് മേൽ കൃത്യമായ നിരീക്ഷണമുണ്ടാകും. പാലക്കാട് കോങ്ങാട് സിന്തറ്റിക് ഡ്രഗുമായി പിടിയിലായത് 2 യുവതികളടങ്ങുന്ന സംഘമാണ്. കോഴിക്കോട് സ്വദേശിനി ആൻസി ലഹരി വിൽക്കാൻ എത്തിയതാണ്. ഇവരിൽ നിന്ന് ലഹരി വാങ്ങാനെത്തിയ 2 അംഗ സംഘവും വലയിലായി. പോലീസിന്റെ പരിശോധനയിൽ 54 ഗ്രാം മെത്തഫിറ്റമിൻ പിടിച്ചെടുത്തിട്ടുണ്ട്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി മയക്കുമരുന്നിനെതിരെ നടക്കുന്ന പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. ജില്ലാ പോലീസിന്റെ ലഹരി വിരുദ്ധ സ്ക്വാഡും കോങ്ങാട് പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ മുണ്ടൂരിൽ നിന്ന് 53.95 ഗ്രാം മെത്താഫെറ്റമിനുമായി കോഴിക്കോട് സ്വദേശിയായ KV ആൻസിയാണ് ആദ്യം പിടിയിലായത്. ബംഗളൂരുവിൽ നിന്നാണ് ഇവർ ലഹരിമരുന്ന് എത്തിച്ചത്. 2024 പാലക്കാട് സൗത്ത് പോലീസ് ആൻസിയെ MDMAയുമായി പിടികൂടിയിരുന്നു. ആ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷവും പ്രതി ലഹരിക്കടത്ത് തുടരുകയായിരുന്നു. ഇവരുടെ ഗൂഗിൾ പേ ഇടപാടുകളും അക്കൗണ്ട് വിവരങ്ങളും പരിശോധിച്ചപ്പോഴാണ് കൂടുതൽ പ്രതികളെക്കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം സ്വദേശികളായ നൂറ തസ്നി, മുഹമ്മദ് സാലിഹ് എന്നിവരെ
മുണ്ടൂർ പൊരിയാനി ഭാഗത്ത് വെച്ച് കസ്റ്റഡിയിലെടുത്തു. വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ഒന്നാം പ്രതിയായ ആൻസിയിൽ നിന്ന് MDMA വാങ്ങാൻ വന്നതാണെന്ന് ഇവർ സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു. ഇവർ സഞ്ചരിച്ച ഇന്നോവ കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം മണ്ണാർക്കാട് DYSP സന്തോഷ് കുമാർ, പാലക്കാട് നാർക്കോട്ടിക് സെൽ DYSP അബ്ദുൾ മുനീർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. കോങ്ങാട് ഇൻസ്പെക്ടർ സുജിത് കുമാർ R, സബ് ഇൻസ്പെക്ടർ വിവേക് V, ASIമാരായ സജീഷ്, പ്രശാന്ത്, ജെയിംസ്, ഷീബ, SCPOമാരായ സാജിദ്, സുനിൽ, പ്രസാദ്, CPOമാരായ ധന്യ VV, സൈഫുദ്ദീൻ A എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു. ന്യൂസ് 18 പാലക്കാട്. സംസ്ഥാനത്ത് ലഹരി സംഘങ്ങളെ പൂട്ടാൻ പോലീസും എക്സൈസും പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. രാത്രി സമയങ്ങളിൽ സംശയകരമായ സാഹചര്യത്തിൽ കാണുന്നവരെ പരിശോധിക്കും. കഴിഞ്ഞ ദിവസം മലപ്പുറം വണ്ടൂർ പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് 2 അംഗ സംഘത്തെ പിടികൂടി. വിൽപ്പനയ്ക്കായി കൈവശം വെച്ച MDMA ഇവരിൽ നിന്നും കണ്ടെടുത്തു. പാണ്ടിക്കാട് സ്വദേശി ഷഹനുൽ ഫർഷാദ്, അരീക്കണ്ടം സ്വദേശി ഷാഹുൽ ഹമീദ് എന്നിവരാണ് അറസ്റ്റിലായത്. കാറിൽ നിന്നും MDMA ഉപയോഗിക്കുന്നതിനുള്ള ഗ്ലാസ് പൈപ്പ്, ഇലക്ട്രിക് ത്രാസുകൾ എന്നിവയും പിടിച്ചെടുത്തിട്ടുണ്ട്. പാണ്ടിക്കാട് ഒറവംപുറം സ്വദേശി കുന്നുമ്മൽ ഷഹനുൽ ഫർഷാദ്, അരീക്കണ്ടം പാക്കു സ്വദേശി ഷാഹുൽ ഹമീദ് എന്നിവരെയാണ് SI സജി MR അറസ്റ്റ് ചെയ്തത്. വണ്ടൂർ ടൗണിലും പരിസരങ്ങളിലും കാറിൽ കറങ്ങി നടന്ന് ആവശ്യക്കാർക്ക് MDMA എത്തിച്ചു കൊടുക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് ഡാൻസ് ഓഫ് ടീം ഇവരെ നിരീക്ഷിച്ചു വരികയായിരുന്നു. വണ്ടൂർ പുളിക്കലിൽ ഇവർ കാറുമായി നിൽക്കുന്നുണ്ടെന്ന വിവരം ലഭിച്ച് സ്ഥലത്തെത്തിയ ഡാൻസ് ഓഫ് സംഘത്തെ കണ്ട് പ്രതികൾ രക്ഷപ്പെടാൻ ശ്രമിച്ചു. തുടർന്ന് കാർ തടഞ്ഞ് പ്രതികളെ സാഹസികമായി പിടികൂടുകയായിരുന്നു. പരിശോധനയിൽ കാറിൽ നിന്നും 1.84 ഗ്രാം MDMAയും MDMA ഉപയോഗിക്കുന്നതിനുള്ള ഗ്ലാസ് പൈപ്പ്, ഇലക്ട്രോണിക് ത്രാസുകൾ എന്നിവയും കണ്ടെടുത്തു. ഇവർ സഞ്ചരിച്ച കാറും പിടിച്ചെടുത്തു. ഗ്രാമിന് 3500 രൂപ നിരക്കിലാണ് പ്രതികൾ MDMA വിൽപ്പന നടത്തിയിരുന്നത്. പിടിയിലായ ഷഹനുൽ ഫർഷാദിന്റെ പേരിൽ മഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ സമാന കുറ്റകൃത്യത്തിന് 2 കേസുകളുണ്ട്. CPO വിനേഷ് KP, ഡാൻസ് ഓഫ് അംഗങ്ങളായ അഭിലാഷ് കൈപ്പിനി, ആസിഫ് അലി, T നിബിൻദാസ്, ജിയോ ജേക്കബ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് 18 തിരൂർ. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ലഹരി വേട്ട തുടരുകയാണ്. അതിർത്തി ചെക്ക് പോസ്റ്റുകൾ വഴിയാണ് ലഹരി വസ്തുക്കൾ ഏറെയും കടത്തിക്കൊണ്ടുവരുന്നത്. നെയ്യാറ്റിൻകര അമരവിള എക്സൈസ് ചെക്ക് പോസ്റ്റിൽ ഹാഷിഷോയിലും മെത്തഫിറ്റുമിനുമായി യുവാവ് പിടിയിലായി. തിരുവനന്തപുരം വർക്കല സ്വദേശി അല്ലമീനാണ് അറസ്റ്റിലായത്. അതേസമയം കഞ്ചാവുമായി പാലക്കാടും മണ്ണാർക്കാടും ഇടുക്കിയിലും 2 പേർ അറസ്റ്റിലായിട്ടുണ്ട്. അമരവിള എക്സൈസ് ചെക്ക് പോസ്റ്റിൽ ഹാഷിഷ് ഓയിൽ, മെത്താഫിറ്റമിൻ എന്നിവയുമായാണ് വർക്കല സ്വദേശി അല്ലമീൻ പിടിയിലായത്. ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ബസ്സിലെ യാത്രക്കാരനായിരുന്നു ഇയാൾ. പാൻസിന്റെ പോക്കറ്റിലാണ് ലഹരി വസ്തുക്കൾ ഒളിപ്പിച്ചിരുന്നത്. 1.9 ഗ്രാം ഹാഷിഷ് ഓയിലും 1.8 ഗ്രാം മെത്താഫെറ്റമിനുമാണ് എക്സൈസ് പിടികൂടിയത്. പ്രതിയുടെ സംഘത്തിലെ മറ്റു ചിലരെക്കുറിച്ചും വ്യക്തമായ സൂചനകൾ ലഭിച്ചതായി എക്സൈസ് സംഘം പറഞ്ഞു. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 1 കിലോയിലധികം കഞ്ചാവുമായാണ് ഒരാൾ അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പിടിയിലായത്. ലക്ഷ്മി എസ് വളവ് കോളനി സ്വദേശി അജീഷാണ് പിടിയിലായത്.
തമിഴ്നാട്ടിൽ നിന്നും കഞ്ചാവ് വാങ്ങി കല്ലാർ, മാങ്കുളം, മൂന്നാർ മേഖലകളിൽ വിൽപ്പന നടത്തുന്നതിനായി വീട്ടിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. പാലക്കാട് മണ്ണാർക്കാട് 4 കിലോ കഞ്ചാവുമായാണ് യുവാവ് പിടിയിലായത്. ചെത്തല്ലൂർ ആനക്കുഴി വീട്ടിൽ പ്രകാശൻ എന്ന ഉണ്ണിമോനെയാണ് തെങ്കരയിൽ നിന്ന് പിടികൂടിയത്. ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും മണ്ണാർക്കാട് പോലീസും സംയുക്തമായാണ് വാഹന പരിശോധന നടത്തിയത്. പ്രകാശൻ സഞ്ചരിച്ചിരുന്ന ബൈക്കും പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കൊല്ലം തേവലക്കര സ്കൂളിലെ വിദ്യാർത്ഥി മിഥുൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ KSEBിക്ക് ഗുരുതര വീഴ്ച പറ്റിയെന്ന് റിപ്പോർട്ട്. വൈദ്യുതി ലൈന് താഴെ ഷെഡ് നിർമ്മിച്ചതിൽ വീഴ്ച സംഭവിച്ചെന്ന് KSEB ചീഫ് സുരക്ഷാ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഉദ്യോഗസ്ഥരുടെ വ്യക്തിഗത വീഴ്ച കണ്ടെത്താൻ വിശദമായ അന്വേഷണം വേണമെന്നും നിർദ്ദേശമുണ്ട്. എന്നാൽ വീഴ്ച സംഭവിച്ചെന്ന് കണ്ടെത്തിയെങ്കിലും ആർക്കെതിരെയും നടപടിക്ക് ശുപാർശയില്ല. മിഥുൻ എന്ന 13 വയസ്സുകാരന് ജീവൻ നഷ്ടപ്പെട്ട് 10 ദിവസം പിന്നിടുമ്പോഴാണ് ഉദ്യോഗസ്ഥ വീഴ്ചയും മാനേജ്മെന്റ് കെടുകാര്യസ്ഥതയും വ്യക്തമാക്കി KSEB ചീഫ് സുരക്ഷാ കമ്മീഷണർ റിപ്പോർട്ട് സമർപ്പിച്ചത്. ലൈനിന് താഴെ ഷെഡ് നിർമ്മിച്ചതിൽ KSEB ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. 8 കൊല്ലം മുൻപ് ഷെഡ് നിർമ്മിച്ചപ്പോൾ സ്കൂൾ മാനേജ്മെന്റ് അനുമതി തേടിയിരുന്നില്ല. മാത്രമല്ല, ലൈനിലേക്ക് സുരക്ഷിത അകലമില്ലെന്നതും വ്യക്തമാണ്. ഇത് ബോധ്യപ്പെട്ടിട്ടും സ്കൂളിന് നോട്ടീസ് നൽകി പരിഹരിക്കാൻ വേണ്ട നടപടി സ്വീകരിച്ചില്ലെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ വീഴ്ച സംഭവിച്ചെന്ന് കണ്ടെത്തിയെങ്കിലും ആർക്കെതിരെയും നടപടിക്ക് റിപ്പോർട്ടിൽ ശുപാർശയില്ല. അതിന് ചില കാരണങ്ങളും ചീഫ് സുരക്ഷാ കമ്മീഷണർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഷെഡ് പണിതത് ഇപ്പോഴത്തെ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാലത്തല്ല. അപകടത്തിന് 2 ദിവസം മുൻപ് അവിടെ പോസ്റ്റ് സ്ഥാപിക്കാൻ നിലവിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ നിർദ്ദേശം നൽകിയിരുന്നു. ഷെഡിന്റെ ഒരു ഭാഗം പൊളിച്ച് പോസ്റ്റിട്ട് ലൈൻ ഉയർത്താമെന്നായിരുന്നു നിർദ്ദേശം. എന്നാൽ മാനേജ് കമ്മിറ്റി ചേർന്ന ശേഷം അറിയിക്കാമെന്നായിരുന്നു മാനേജറുടെ പ്രതികരണമെന്നും നടപടി വൈകിയതിന് കാരണമായി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. നേരത്തെ ചീഫ് സുരക്ഷാ കമ്മീഷണർ റിപ്പോർട്ട് ലഭിച്ച ശേഷം ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്നായിരുന്നു മന്ത്രി പറഞ്ഞിരുന്നത്. പക്ഷേ റിപ്പോർട്ടിൽ നടപടിക്ക് ശുപാർശയില്ലാത്തതിനാൽ കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷമേ വകുപ്പ് തല നടപടികളിലേക്ക് കടക്കാനാകൂ. നേരത്തെ വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഗുരുതരമായ കൃത്യവിലോപം നടന്നതായി കണ്ടെത്തിയതോടെ സ്കൂൾ മാനേജ്മെന്റ് പിരിച്ചുവിട്ടിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പരസ്പര സ്നേഹവും ബഹുമാനവും വിശ്വാസവുമാണ് ദാമ്പത്യ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. ചില ഭാര്യ ഭർത്താക്കന്മാർ പൊതുവായി പറയാറുള്ള ചില പരാതികളുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്ന പോലെ പങ്കാളിയിൽ നിന്ന് പരിഗണനയും സ്നേഹവും കിട്ടുന്നില്ല. എന്നെ കേൾക്കാനോ എൻ്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കാനോ തയ്യാറാകുന്നില്ല. കുടുംബജീവിതമെന്നാൽ ഭാര്യയെ അടിച്ചമർത്തലല്ലെന്ന് ഭർത്താക്കന്മാർ തിരിച്ചറിയണം. അതുപോലെ തന്നെ ഭർത്താവുമായി ജീവിതം പങ്കുവെക്കാൻ ഭാര്യമാരും ഒന്ന് ശ്രമിച്ചു നോക്കുക. ജീവിതം ഒന്നേ ഉള്ളൂന്നേ. അതിങ്ങനെ വഴക്കിട്ട് കഴിയാനുള്ളതല്ല. പങ്കാളിയും മക്കളുമൊക്കെയായി ആഘോഷിക്കുക. സുഖവും ദുഃഖവും ഒക്കെ പങ്കുവെച്ച് പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്ത് സ്നേഹത്തോടെ കഴിയുന്ന കുടുംബങ്ങളിൽ ഒരു ദുരന്തവും ഉണ്ടാകില്ലെന്നേ. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.